ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് വാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രേഡിംഗ് ഈസ് വേഴ്സ് ദാൻ സിഗരറ്റ്സ് ആൻഡ് ആൽക്കഹോൾ, ഹൗ ടു ക്വിറ്റ് ദ അഡിക്ഷൻ ഇൻ 2026. അതായത് 2026 ട്രേഡിംഗ് ഒരു അഡിക്ഷൻ ആണ് എന്ന് പലരും തിരിച്ചറിയാണ്ട് പോകുന്നു എന്ന് ഒരവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ഒരു അഡിക്ഷനാണ്. ലൈക്ക് നമ്മുടെ ഈ സിഗരറ്റ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. കാരണം അത് ഒരു തരത്തിലുള്ള ഒരു ലൂപ്പാണ്. നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം, അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ സിഗരറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ഓർമ്മിക്കാതെ തന്നെ അത് ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ നമ്മളെ ചിന്ത പോകും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ട്രേഡിങ്ങിലെ ഈ ഓവർ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. അതായത് മാർക്കറ്റിൽ പ്രോഫിറ്റ്സ് വരുമ്പോൾ നമുക്ക് ഓവറായിട്ട് ഇമോഷണൽ ബേസിൽ നമുക്ക് സന്തോഷം കിട്ടുന്നത്, ലോസ് വരുന്ന സമയത്ത് നമുക്ക് ഡീപ്പായിട്ട് ഡിപ്രസ്ഡ് മൂഡിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ദുഃഖം വരുന്നത്, അത് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആവേശത്തിൽ വീണ്ടും ട്രേഡ് പഞ്ച് ചെയ്യണമെന്നൊരു തോന്നലുണ്ടാവുന്നത്, അല്ലേ? അപ്പം അത്തരത്തിലുള്ള തോന്നലുകൾ ഒരുപാട് തവണ പലപ്പോഴും പല ട്രേഡേഴ്സും നേരിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു അഡിക്ഷൻ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു 6 കാര്യങ്ങൾ നിങ്ങൾ ഈ 2026 ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ട്രേഡിങ്ങിൻ്റെ ഒരു അഡിക്റ്റഡ് ബിഹേവിയറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ സമർത്ഥിച്ച് തരുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, സിഗരറ്റ്സ് ഡാമേജ് യുവർ ലങ്സ്. സിഗരറ്റ്സ് നിങ്ങളുടെ ലങ്സ് നശിപ്പിക്കുമെങ്കിൽ ആൽക്കഹോൾ ഡാമേജസ് ലിവർ. നിങ്ങളുടെ ലിവറിന് ഏറ്റവും കൂടുതൽ ദൂഷ്യകരമായിട്ടുള്ള അവസ്ഥ വരുത്തുന്നത് ആൽക്കഹോളാണ് എങ്കിൽ, ബട്ട് ട്രേഡിംഗ് അഡിക്ഷൻ ഡിസ്ട്രോയ്സ് യുവർ ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ ചിന്താശേഷി, അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സംഭവം എന്താണ്? ബ്രെയിനാണ്. അപ്പോൾ ആ ബ്രെയിനിനെ നിങ്ങൾ ഇത് അഡിക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിന് കംപ്ലീറ്റ് ആയിട്ടും ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഈ ട്രേഡിംഗ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അഡിക്ഷൻ ഈക്വൽ ടു ബ്രെയിൻ അഡിക്ഷൻ. നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു തരത്തിലുള്ള അഡിക്ഷനാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡ്, അല്ലെങ്കിൽ 24 hour ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റൊക്കെ ഇല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു രക്ഷപ്പെടാനുള്ള ഒരു അവസ്ഥ ഇല്ല. ഇത് 24 hours ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും, അല്ലേ? ഇപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് 24 hours ഓപ്പണാണ്. ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ്, അല്ലേ? അപ്പോൾ എല്ലാ തവണയും ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആക്കിയിരിക്കും. ആരുടെയൊക്കെ കയ്യിലാണോ പൈസ ഉള്ളത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും അക്കൗണ്ട് എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. എന്നാൽ മദ്യം അല്ലെങ്കിൽ സിഗരറ്റ് ഒക്കെ ആണെങ്കിൽ അത് എന്താണ് അതിൻ്റെ ഒരു പ്ലഷർ കിട്ടുക, അല്ലെങ്കിൽ എത്ര സമയത്തേക്കാണ് കിട്ടുക എന്നുള്ളൊരു കാര്യം നമുക്ക് മുന്നേ അറിയാൻ പറ്റും, അല്ലേ? പക്ഷേ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ടൈംസ് ആണ്. അതിൻ്റെ റിവാർഡ് എപ്പോഴൊക്കെയാണ് കിട്ടുക, അല്ലെങ്കിൽ എത്രത്തോളം ഹൈപ്പിൽ നമുക്ക് ആ റിവാർഡ് കിട്ടും, ഒരുപാട് റിവാർഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇതിലൊരു ലിമിറ്റ് ഇല്ല, അല്ലേ? എത്ര സമയം നിങ്ങൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നു അത്രയും പ്രോഫിറ്റ് കിട്ടും എന്ന ചിന്തയിൽ ഒരുപാട് ട്രേഡേഴ്സ് ഇതിൽ വന്നിട്ട് ഒരുപാട് പൈസ നഷ്ടപ്പെടുത്തിട്ട് പോകുന്നുണ്ട്, അല്ലേ? ഇപ്പം സെയിം ഡോപ്പമിൻ ലൂപ്പ് ആ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അപ്പോൾ ഒരു ഡോപ്പമിൻ ലൂപ്പിലാണ് നിങ്ങൾ ഇവിടെ പെട്ടുപോകുന്നത്. അപ്പോൾ ട്രേഡിങ്ങിൽ ഡോപ്പമിൻ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ ഡോപ്പമിനും ട്രേഡിങ്ങും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താണ്? വിൻസ് ഈക്വൽ ടു ടെമ്പററി ഹൈ. ഒരു ട്രേഡിങ്ങിൽ നിങ്ങളൊരു സക്സസ് കണ്ടാൽ നിങ്ങൾക്ക് ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങൾക്കൊരു വലിയൊരു ഹൈ ഫീൽ ചെയ്യും. ഞാൻ ജയിച്ചു, ഞാൻ പോയ ഡയറക്ഷൻ കറക്റ്റായി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു തോന്നലുളവാക്കും. ആ തോന്നൽ ഓവർ ട്രേഡിങ്ങിലേക്ക് നയിക്കും, വീണ്ടും ട്രേഡ് എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും, അല്ലേ? അപ്പം നിങ്ങളെ എക്സ്പെക്റ്റേഷൻ, നിങ്ങൾ റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഡോപ്പമിനും ട്രേഡിങ് തമ്മിലുള്ള ബന്ധം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ലോസസ് ഈക്വൽ ടു ഇമോഷണൽ വിത്ഡ്രോവൽ, അല്ലേ? ഒരു ലോസ് കണ്ടാൽ നിങ്ങൾ എന്തായാലും ദുഃഖിച്ചിരുന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യാതിരുന്നാൽ മതി. കാരണം നിങ്ങൾ ഈ ദുഃഖത്താൽ വീണ്ടും വീണ്ടും ട്രേഡ് എടുക്കുമ്പം കൂടുതലായിട്ടും ലോസ് സംഭവിക്കും. ആ ദിവസം തന്നെ ഒരു 60% അല്ലെങ്കിൽ 60% നിങ്ങളുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് 90% ട്രേഡറും ഇന്ത്യയിൽ ലോസ് വരുത്തുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇഫ് മാർക്കറ്റ്സ് കൺട്രോൾ യുവർ മൂഡ്, ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് നിങ്ങളുടെ മൂഡ് നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്താണ്? മേക്ക് ട്രേഡിംഗ് ബോറിംഗ് ഓൺ പർപ്പസ്. അതായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബോറിംഗ് ജോബായിട്ട് നിങ്ങൾ കരുതണം. നിങ്ങൾ ഏത് ജോലി എടുത്താലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ജോലിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ജോലി കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോയാൽ മതി. നിങ്ങൾക്ക് ആ പൈസ കിട്ടണമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക.
അതുപോലെ നിങ്ങൾ ട്രേഡിങ്ങിനും കണ്ടാൽ മതി. അതായത് നിങ്ങൾക്ക് അത്രയും നല്ല ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ സെറ്റപ്പ് അത്രയും ക്ലിയർ ആയി നിൽക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ട്രേഡ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഒരു ദിവസമോ 1-2 ട്രേഡിൽ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് അവസരമുണ്ട്, ഒരുപാട് അവസരമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കംപ്ലീറ്റ് കളയാൻ പറ്റുന്നത്ര അവസരം മാർക്കറ്റിലുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ട്രേഡ് എടുക്കാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ആകുമ്പോൾ നിങ്ങളോട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആരും പറയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ലോസ് ആകുമ്പോൾ നിങ്ങളോട് എക്സിറ്റ് അടിച്ച് പോകാൻ വേണ്ടിയിട്ടും ആരും പറയില്ല. എല്ലാം നിങ്ങളുടെ കൺട്രോളിലാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കാൻ അറിയണം. എവിടെ നിങ്ങൾ റിസ്ക് റിവാർഡ് പ്രോപ്പർ ആക്കണം, അല്ലേ? അതുപോലെ തന്നെ നിങ്ങളെ പൊസിഷൻ സൈസിങ് കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾ ട്രേഡിങ്ങിൽ വിജയിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ട്രേഡിങ്ങിൽ ഒരുപാട് നഷ്ടം വരുത്തിയിട്ടുള്ള ആളാണെങ്കിൽ എങ്ങനെ ആ നഷ്ടത്തിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഹൗ ടു റിക്കവർ ഫ്രം ട്രേഡിംഗ് ലോസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണത്. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 24 hours പല മാർക്കറ്റുകളിലായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ഏത് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യേണ്ടത്? നിങ്ങൾ ഫോറക്സ് ആണെങ്കിൽ ഫോറക്സ്, ക്രിപ്റ്റോ മാർക്കറ്റ് ആണെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ്. ഇതിൽ ഏതെങ്കിലും നല്ല രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഫിക്സ് ചെയ്യുക. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം സെറ്റപ്പ് വെക്കുക. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾ 9:30 മുതൽ ഒരു രാവിലെ 10:30 വരെയോ അല്ല 11:30 വരെയേ ട്രേഡ് ചെയ്യുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു സെറ്റപ്പ് വെക്കുക. ക്രിപ്റ്റോ മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ രാത്രി ഒരു 7 മണി മുതൽ ഒരു 11 മണിക്കിടയിലുള്ള ഒരു ടൈമിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യൂ. അങ്ങനത്തെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സെറ്റപ്പ്, ഒരു ടൈം വേണം. ഇതൊക്കെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു 10 രൂപ നിങ്ങൾ റിസ്ക് ആയി വെക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 20 rupees എങ്കിലും നിങ്ങൾ റിവാർഡായിട്ട് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് മാത്സിൻ്റെ പ്രോബബിലിറ്റി വഴി പറയുന്നതാണ്. ഇനി രണ്ടാമത്തത് ഇൻസ്റ്റാൾ ഫ്രിക്ഷൻ ബിഫോർ എവറി ട്രേഡ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ളൊരു ചെക്ക് ലിസ്റ്റ് വേണം, അല്ലേ? നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ളൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട്, അല്ലേ? നിങ്ങളിപ്പോൾ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇത് കൃത്യമായിട്ട് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. കൃത്യമായിട്ടും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കേണ്ടത് നിങ്ങൾ മുന്നേ അറിഞ്ഞിരിക്കണം, അല്ലേ? പിന്നെ എന്താണ്, നിങ്ങളുടെ പൊസിഷൻ സൈസിങ്ങും പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ദിവസം 2 ട്രേഡ് മാത്രമേ ചെയ്യൂ. അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല. ഒരു ദിവസം നിങ്ങൾ ട്രേഡ് അല്ലെങ്കിൽ 2 ദിവസം ട്രേഡ് കിട്ടിയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ കൃത്യമായിട്ടുള്ള സെറ്റപ്പ് വരുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. കാരണം നിങ്ങൾ വെറുതെ ട്രേഡ് എടുത്തിട്ട് നഷ്ടം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് ട്രേഡ് ചെയ്യാതെ ഇരിക്കുന്നതും. ഓക്കെ, 5 മിനിറ്റ് വെയിറ്റിംഗ് റൂൾ. ഒരു 5 minutes എങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഒരു 5 മിനിറ്റ് കൂടി നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കാരണം ആ 5 മിനിറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ഒരു കൃത്യമായിട്ട് ഒരു 5 മിനിറ്റ് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിൽ അല്ലെങ്കിൽ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളുടെ പൈസ അവിടെ ഡിപ്ലോയ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ ഹാർഡായിട്ട് ഏൺ ചെയ്ത മണിയാണ് ഒരു ഇമ്പൾസീവ്നെസ്സിൻ്റെ പുറത്തിൽ അല്ലെങ്കിൽ ഒരു പ്രേരകാത്മകമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്തിൽ നിങ്ങൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് നഷ്ടം വരുത്തുന്നതിനേക്കാളും നല്ലതാണ് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി അത് പെട്ടെന്ന് നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് പോട്ടെ, കാരണം കുഴപ്പമില്ല. കാരണം അത് നിങ്ങളുടെ പേഷ്യൻസിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ജേണൽ ആദ്യമേ തയ്യാറാക്കുക എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ ജേണൽ എഴുതുക. നിങ്ങൾ എന്തുകൊണ്ട് ഈ പൊസിഷൻ കയറി, നിങ്ങൾ എന്തുകൊണ്ട് ഈ പൊസിഷനിൽ നിന്ന് ഇറങ്ങി, അല്ലേ? എത്ര റിസ്ക് റിവാർഡ് വെച്ചു. ഓക്കെ, അങ്ങനെ നിങ്ങൾ ജേണൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നഷ്ടം വരുത്താനുള്ള സാധ്യത വളരെ കൂടും. ആദ്യം ജേണൽ ചെയ്യുക, പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് സെപ്പറേറ്റ് യുവർ മണി ലൈക്ക് എ ബിസിനസ്. അതൊരു ബിസിനസ് എങ്ങനെയാണോ അവരുടെ ക്യാപിറ്റൽ അലോക്കേഷൻ നടത്തുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പൈസയും അലോക്കേറ്റ് ചെയ്യണം. ഇപ്പം ബിസിനസ്സിന് പല രീതിക്കുള്ള ക്യാപിറ്റൽ അലോക്കേഷൻ മെത്തേഡ് ഉണ്ടാവും, അല്ലേ? ഒന്ന് ഇൻവെസ്റ്റിംഗ് പർപ്പസിനുണ്ടാവും, ഒന്ന് ഫൈനാൻസിങ് പർപ്പസിനുണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനായിട്ട് മാറ്റി വെക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യത്തിന് നമ്മളുടെ ഈ ബിസിനസ്സുകാർ പൈസ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഇൻഡിവിജ്വൽ ട്രേഡറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ടും ഇൻഡിവിജ്വൽ കേസിലും നിങ്ങളുടെ പൈസ മാറ്റി വെക്കണം. ഒന്നാമത് നിങ്ങൾ ട്രേഡിങ് മാത്രമാണ് നിങ്ങൾ ജീവിതമാർഗമായിട്ട് വിചാരിക്കുന്നത് എങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 6 മാസമെങ്കിലും എമർജൻസി ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡിങ് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഫുൾ ടൈം ട്രേഡറായിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സർവൈവൽ മണിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പൈസ മാറ്റി വെക്കുക.
ഓക്കെ, ഇതിനെക്കാട്ടും മുമ്പ് നിങ്ങളൊരു എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മണി. നിങ്ങൾ പണം ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് മണി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. പിന്നെ ഇതാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന മണിയും അവിടെയുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ സർവൈവൽ, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പൈസ ആദ്യമേ മാറ്റി വെക്കുക. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ട്രേഡ് ചെയ്യാനുള്ളത് അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്മോൾ പോർഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് ആ പൈസ കൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ എന്താണ് ട്രാക്ക് ഡിസിപ്ലിൻ നോട്ട് പ്രോഫിറ്റ്. നിങ്ങളുടെ ഡിസിപ്ലിനെ നിങ്ങൾ ട്രാക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രോഫിറ്റ് ട്രാക്ക് ചെയ്തിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ ഡിസിപ്ലിനെ ട്രാക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്തിനോ, ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ടും ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റൂൾസ് ഫോളോ ചെയ്തിനോ ഇല്ലയോ എന്നുള്ളത് ഒരു ദിവസം ഏറ്റവും അവസാനം നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ റൂൾ ഫോളോ ചെയ്തു ടിക്ക് ഇടുക അല്ലേ. ഈ ഒരു ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇടുക. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ഒരു ദിവസം വലിയ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ദിവസം നിങ്ങൾ കൃത്യമായിട്ട് റൂൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ വലിയൊരു ലോസിലേക്ക് പോയത്, അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്ത് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ക്വാളിറ്റി എക്സിക്യൂഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പറ്റും. നിങ്ങൾ ഹൈ ക്വാളിറ്റി ട്രേഡ് മാത്രമേ എടുക്കൂ എന്നൊരു അവസ്ഥ വരും. ഓക്കെ, അഞ്ചാമത്തത് ബിൽഡ് ഡോപ്പമിൻ ഔട്ട്സൈഡ് മാർക്കറ്റ്സ്. അത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഡോപ്പമിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ട്രേഡ്സ്, കാരണം നിങ്ങൾക്ക് ഇവിടെ എത്രയാണ് റിവാർഡ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് അല്ലേ. അപ്പോൾ എത്ര ശക്തമായിട്ട് നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് പോകുന്നു അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് റിവാർഡ്സ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ നിങ്ങളെ ഒരുപാട് ഡോപ്പമിൻ സ്പൈക്കിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റ് പല രീതിക്ക് ഡോപ്പമിൻ റിലീസ് ആവുന്ന അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ് കിട്ടുന്ന മറ്റ് പല മേഖലകളും അല്ലെങ്കിൽ ആ ഒരു രീതി നിങ്ങൾ കണ്ടെത്തണം. ഒന്ന് നിങ്ങൾക്ക് ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് അല്ലേ കൃത്യമായിട്ട് യോഗ ചെയ്യാം, അല്ലെങ്കിൽ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ മറ്റു പല ഗോൾസ് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബി ആയിട്ട്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിലൂടെ നിങ്ങൾ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ പലതരത്തിലുള്ള സ്കില്ലുകൾ പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കിൽസ് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുക. അല്ലാതെ ആൽക്കഹോൾ ഉപയോഗിച്ച് ഡോപ്പമിൻ കണ്ടെത്തുന്ന പോലെ അല്ലെങ്കിൽ സിഗരറ്റ്സ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തുന്ന പോലെ ട്രേഡ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഡോപ്പമിൻ കിട്ടൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. ഇനി ആറാമത്തത് ചേഞ്ച് യുവർ ഐഡന്റിറ്റി. ഐ ആം എ ട്രേഡർ, ഐ റൺ എ സിസ്റ്റം. ഞാനൊരു ട്രേഡറാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു സിസ്റ്റം റൺ ചെയ്യുന്ന ഒരാളാണ്. ആ സിസ്റ്റം നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു പ്രോസസ്സിലൂടെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിവാർഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് കിട്ടുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ആരാണ്? നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം റൺ ചെയ്യുന്ന ആളാണ്, നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റം. ഓക്കെ, ഈഗോ പരമാവധി ഒഴിവാക്കുക. ട്രേഡിങ്ങിൽ ഈഗോ വന്നാൽ വളരെയധികം മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. ട്രേഡിങ്ങും ഈഗോവും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഡിസിപ്ലിനും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ട്രേഡിംഗ് ഡസ് നോട്ട് ഡിസ്ട്രോയ് അക്കൗണ്ട്സ്, ഡോപ്പമിൻ ഡിസ്ട്രോയ്സ് ഡിസിപ്ലിൻ. അപ്പോൾ ട്രേഡിംഗ് അല്ല നിങ്ങളുടെ അക്കൗണ്ട് ഡിസ്ട്രോയ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഡിസ്ട്രോയ് ചെയ്യുന്നത്, പക്ഷേങ്കിൽ ഡോപ്പമിനാണ് ഡിസ്ട്രോയ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഡിസിപ്ലിൻ ഡിസ്ട്രോയ്സ് അഡിക്ഷൻ. നിങ്ങൾ കൃത്യമായിട്ടുള്ള അച്ചടക്കം ഉണ്ടെങ്കിൽ, അതായത് ട്രേഡിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഗോഡ് ലെവൽ ഡിസിപ്ലിൻ വേണം അല്ലേ. അത്രത്തോളം ഡിസിപ്ലിൻ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഷ്യൻസും വേണം. നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുക. നിങ്ങൾ ഏത് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ട്രേഡിംഗ് ആണ് ഉപയോഗിക്കുന്നത്, ആ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, ഒരു മാറ്റവും ഇല്ലാതെ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല ട്രേഡേഴ്സും ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് അത് ലോസ് ആയിട്ട് കാണുമ്പം പിന്നെ നെക്സ്റ്റ് ഡേ മറ്റ് പല സ്ട്രാറ്റജി ഉപയോഗിക്കും, അല്ലെങ്കിൽ മറ്റ് പല ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് വലിയ നഷ്ടത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സിസ്റ്റം ക്രിയേറ്റ്സ് ഫ്രീഡം. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇഫ് ദിസ് വീഡിയോ ഹെൽപ്ഡ് യു കൺട്രോൾ ഈവൻ വൺ ഇമോഷണൽ ട്രേഡ്, യു ആർ ഓൾറെഡി അഹെഡ് ഓഫ് മോസ്റ്റ് ട്രേഡേഴ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.